ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ നിർണായകമായൊരു ദിവസമാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വിജയകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെതിരായ വീഴ്ചകൾ നിരത്തുകയാണ് SIT. പോറ്റിയെ അതിരുവിട്ട് സഹായിക്കാൻ ദേവസ്വം മാനുവൽ തിരുത്തിയെന്നും മാനുവൽ തിരുത്തിയതിൽ പത്മകുമാറിനും വിജയകുമാറിനും ശങ്കർദാസിനും ഒക്കെയും പങ്കുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ച് ഇരുവരും പത്മകുമാറിന് കൂട്ടുനിന്നെന്നും SIT കണ്ടെത്തൽ. അതേസമയം എല്ലാം പത്മകുമാർ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് വിജയകുമാറിന്റെ മൊഴിയിലുണ്ട്. വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഒന്നും വായിച്ചു നോക്കാതെ രേഖകളിലൊക്കെ ഒപ്പിട്ടെന്നും ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നിയെന്നും വിജയകുമാറിന്റെ മൊഴി വരുന്നു. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ചന്തു, ഇന്ന് SIT ഹൈക്കോടതിയിൽ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ദിവസമാണ്. ആ ദിവസം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വീഴ്ചകൾ, ദേവസ്വം ബോർഡിനെതിരായ വീഴ്ചകൾ ഓരോന്നും SIT അക്കമിട്ട് നിരത്തുന്നു. പ്രത്യേകിച്ചും ഈ മാനുവൽ തിരുത്തുന്നതിനടക്കം പത്മകുമാറിനും വിജയകുമാറിനും ഒക്കെ പങ്കുണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എത്ര കണ്ട് നിർണായകമാണിത്? ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം റിമാൻഡിലായ എൻ വിജയകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും SIT കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായും ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് SIT പറയുന്നത്. പൂർണ്ണമായും ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, അംഗങ്ങളായ ശങ്കർദാസ്, എൻ വിജയകുമാർ എന്നിവർക്ക് ഇതിൽ പൂർണ്ണ പങ്കുണ്ട്. അതിൽ ദേവസ്വം മാനുവൽ തിരുത്തിയൽ അടക്കം ഇവർക്ക് 3 പേർക്കും പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട് ഇത്തരത്തിൽ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദേവസ്വം മാനുവൽ തിരുത്തി. ഈ കാര്യങ്ങളെല്ലാം 3 പേരും, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ 2 അംഗങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നിരിക്കുന്നത്. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ചാണ് ഇരുവരും പത്മകുമാറിന് കൂട്ടുനിന്നതെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. അത്തരത്തിലാണ് ഈ എൻ വിജയകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ SIT വ്യക്തമാക്കുന്നത്. പക്ഷേ എൻ വിജയകുമാർ SITക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, പത്മകുമാർ പറഞ്ഞത് വിശ്വസിച്ച് താൻ ഒപ്പിട്ട് കൊടുക്കുക മാത്രമായിരുന്നു ചെയ്തത്, മറ്റു കാര്യങ്ങളൊന്നും പത്മകുമാർ വിശദീകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം പത്മകുമാറിന്റെ അറസ്റ്റിലേക്കൊക്കെ കടന്ന് അന്വേഷണം നീങ്ങുന്ന സമയത്ത് വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദം താൻ അനുഭവിച്ചു എന്നുമാണ് എൻ വിജയകുമാർ പറയുന്നത്. എന്തായാലും 10 മണിയോടുകൂടി SIT ഡി മണിയെ SIT ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഡി മണി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.